നമസ്കാരം സുഹൃത്തുക്കളെ, സാഹിത്യ PSC അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന സിലബസ് ഭാഗത്തു നിന്നും ആമുഖം എന്ന വിഷയമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിളിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് 1947 ജനുവരി 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന ഡേറ്റാണ് ചോദിക്കുന്നതെങ്കിൽ 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതെന്ന് നമുക്കറിയാം. ആ ഡേറ്റിൽ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും നിലവിൽ വരുന്നത്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് HV കമ്മത്താണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെയാണ് എന്ന് 1949 ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആരാണെന്ന് നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് അദ്ദേഹം. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ടോ എങ്കിൽ എത്ര തവണ? ഒരേ ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം 3 വാക്കുകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്: സോഷ്യലിസം, മതേതരത്വം. പിന്നെ രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. ഈ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3. ആമുഖം ന്യായവാദത്തിന് അർഹമല്ല. ആമുഖം നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. പ്രിയാമ്പിൾ ഈസ് നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറയാം. ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹയാണ്. ആമുഖത്തിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഏതൊക്കെയാണവ? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം, ഇന്ത്യൻ ഭരണഘടനയുടെ അലങ്കാരം, ഇന്ത്യൻ ഭരണഘടനയുടെ ആഭരണം എന്നൊക്കെ നമുക്ക് ആമുഖത്തിന് വിശേഷിപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വം അഥവാ സാരാംശം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നും ആമുഖത്തെ വിശേഷിപ്പിക്കുന്നു. ആമുഖത്തിനെ നമുക്ക് പ്രധാനമായും 4 ഭാഗിക്കാം. ആമുഖത്തിന് 4 ഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം. ഏതൊക്കെയാണവ? സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ ഭാഗമായി പറയുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റി ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്യത്തോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി എന്താണ്? 1949 നവംബർ 26. 1949 നവംബർ 26 എന്ന ഏക തീയതിയാണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം ഇന്ത്യയിലെ ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ: നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം.
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ്. റിപ്പബ്ലിക് എന്ന വാക്ക് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ വാക്കുകൾ ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നീതി. നീതി തന്നെ 3 തരമുണ്ട്: സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. സമൂഹത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയുന്ന രീതിയാണ് സാമൂഹിക നീതി. സാമ്പത്തിക നീതി ആവട്ടെ പണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയുന്ന നീതിയാണ്. രാഷ്ട്രീയ നടപടിക്രമങ്ങളിലുള്ള തുല്യത ഉറപ്പാക്കുന്ന നീതിയാണ് രാഷ്ട്രീയ നീതി. രണ്ടാമത്തെ ലക്ഷ്യമാണ് സ്വാതന്ത്ര്യം. മൗലികാവകാശങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ചിന്ത, ആവിഷ്കാരം, വിശ്വാസം എന്നിവയുടെ സ്വാതന്ത്ര്യമാണ് ഇവിടെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങളിലൂടെയും ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിലൂടെയും പൗരന്മാർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. മൂന്നാമത്തെ ലക്ഷ്യമാണ് സമത്വം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തുല്യരാണ്. എല്ലാ പൗരന്മാരും നിയമത്താൽ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. സമത്വം എന്ന വാക്കിൻ്റെ അർത്ഥം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പദവികളുടെ അഭാവം, വിവേചനം കൂടാതെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ നൽകുക എന്നതാണ്. അവസാനത്തെ ലക്ഷ്യം, നാലാമത്തെ ലക്ഷ്യമാണ് സാഹോദര്യം. എല്ലാ പൗരന്മാർക്കുമിടയിൽ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുക. മൗലികാവകാശങ്ങൾ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉറപ്പ് നൽകുന്നതാണ്. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചതാരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ് ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് വിശകലനം ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നത് ഏത് ഭാഗമാണ്? 2021 ഡിഗ്രി ലെവൽ പ്രിലിംസിന് PS ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതിൻ്റെ ഉത്തരം ആമുഖമാണ്. രണ്ടാമത്തെ ഭാഗം നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നാണ്. ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാണ്? പരമാധികാരം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഇവയൊക്കെ എന്താണ്? നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ സ്വഭാവം എന്ന് നമുക്ക് പറയാം. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ സോവറിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തെയാണ്. ഏത് വിഷയത്തിലും നിയമനിർമ്മാണം നടത്താൻ ഇന്ത്യക്ക് അധികാരമുണ്ടെന്നാണ് ഈ പരമാധികാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രിയാണ്. മറ്റൊരു രാജ്യത്തിൻ്റെയോ ആശ്രയത്വമോ ആധിപത്യമോ ഇന്ത്യയിൽ ഇല്ല. 1947 ഓഗസ്റ്റ് 15 മുമ്പ് ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു. 1950 ജനുവരി 26 മുതൽ ഇന്ത്യ എന്തായി? ഒരു പരമാധികാര രാഷ്ട്രമായി. ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യക്ക് ഒരു വിദേശ പ്രദേശം സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് അനുകൂലമായ ഒരു പ്രദേശത്തെ വിട്ടുകൊടുക്കാനോ കഴിയും. UNO, കോമൺവെൽത്ത് ഓഫ് നേഷൻസ് തുടങ്ങിയ ബഹുരാഷ്ട്ര സംഘടനകളിലെ ഇന്ത്യയുടെ അംഗത്വം ഒരു തരത്തിലും അതിൻ്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് സോഷ്യലിസമാണ്. സോഷ്യലിസം എന്നാൽ വരുമാനത്തിലും നിലവാരത്തിലും ജീവിത നിലവാരത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ജനാധിപത്യ സോഷ്യലിസം ആണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. പൊതു സ്വകാര്യ മേഖലകൾ നിലനിൽക്കുന്ന ഒരു സമ്മിശ്ര സമ്പദ്വ്യവസ്ഥയിൽ ജനാധിപത്യ സോഷ്യലിസം വിശ്വാസയോഗ്യമാണ്. അടുത്തത് മതേതരത്വം അഥവാ സെക്കുലർ എന്നാണ്. സെക്കുലാരിറ്റി അഥവാ മതേതരത്വം. ഇന്ത്യൻ ഭരണകൂടത്തിന് സ്വന്തമായി ഒരു മതമില്ല എന്നത് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും മതം പ്രകടിപ്പിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും തുല്യ അവകാശമാണുള്ളത്.
അതായത് നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യമായ പദവിയും പരിഗണനയും ഉണ്ടെന്ന് ഓർത്തുവെക്കുക. ജനാധിപത്യം അഥവാ ഡെമോക്രസി. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണെന്ന് നമുക്കറിയാം. അത് ഒരു സ്വഭാവമാണ്, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്, നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ്. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളും ഭരണ സംവിധാനവും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവർ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. റിപ്പബ്ലിക്. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള ഒരു ജനതയെ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രത്തലവനെ ഇടയ്ക്കിടെ തിരഞ്ഞെടുക്കണം. അത് ഒരു റിപ്പബ്ലിക്കിൻ്റെ കടമയാണ്. നമ്മുടെ രാഷ്ട്രത്തിൽ 5 വർഷത്തിൽ ഒരിക്കലാണ് രാഷ്ട്രത്തലവനെ അഥവാ നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മളിന്ന് ആമുഖം എന്ന ഭാഗമാണ് ചർച്ച ചെയ്തത്. ആമുഖത്തിന് 4 ഭാഗമായി തിരിക്കാൻ നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ്? സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് സോഴ്സ്? ജനങ്ങളാണ്. 2, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് നമ്മൾ വിശകലനം ചെയ്തു. എന്തൊക്കെയായിരുന്നു? പരമാധികാരം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഇവയാണ് നമ്മുടെ ആമുഖം വിശകലനം ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്നത്. 3-ാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 4, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ് നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഡേറ്റ് ഏതായിരുന്നു? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ആണ് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് 1949 നവംബർ 26. ആ ഒരേ ഒരു തീയതിയാണ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നോർത്ത് വയ്ക്കുക. ആമുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഇന്നത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി. അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. സാഹിത്യ PSC അക്കാദമി.